അതൊക്കെ എന്ത് വിഡ്ഢിത്തവും വിളിച്ചു പറയുന്ന മന്ത്രിമാർ, ഒരു നിലവാരമില്ലാത്ത മന്ത്രിമാർ ഈ മന്ത്രിസഭയിൽ ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ഉദാഹരണമാണ് പറഞ്ഞത്. അതാണ് മനസ്സിലായില്ലേ? എന്തും പറയാൻ അല്ല, ഇത് ചർച്ച ചെയ്ത് ഡൈലൂട്ട് ചെയ്യാം എന്നൊരാഗ്രഹം അവർക്ക് കാണും. ഞങ്ങൾ എന്തായാലും നിന്ന് കൊടുത്തിട്ടില്ല. കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയമാണ്, ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയമാണ്, പകൽ പോലെ വ്യക്തമാണ്. അതിൽ ചർച്ചക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. ചർച്ച ചെയ്ത് എല്ലാ അടിയന്തര പ്രമേയം പോലെ ഇത് കൊടുത്ത് ഡൈലൂട്ട് ചെയ്ത് കളയാം എന്ന ഒരാഗ്രഹം അവർക്ക് കാണും. അതിന് യാതൊരു പ്രസക്തിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വിളിക്കുന്ന മുദ്രാവാക്യം ഒരർത്ഥമില്ലാത്തതാണ്. സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കും. ഇവിടെ എല്ലാവർക്കും അറിയുന്നതല്ലേ ഇതിനൊക്കെ ഉത്തരവാദികൾ ആരാന്നുള്ളത്, ജയിലിൽ കിടക്കുന്ന ആരാന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് അതും എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് നടപടിയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ആ നടപടിയിൽ ഒരു SIT അന്വേഷിക്കുമ്പോൾ അതിൽ റിമോട്ട് കൺട്രോൾ ഉണ്ട് എന്ന ഡൗട്ട് വന്നിരിക്കുന്നു. അതിനെതിരായിട്ടാണ് ഞങ്ങളുടെ പ്രക്ഷോഭം. യഥാർത്ഥ ഉത്തരവാദികൾ ആര്? ഇത്രയും പരിപാവനമായ ഒരു സ്ഥലത്തെ അവിടുത്തെ വസ്തുക്കൾ എവിടെ പോയി? അതിനെ സംബന്ധിച്ച് കേരളീയർക്ക്, ലോകത്തിന് വേണ്ടത്, അവിടെ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടത് ഉത്തരാണ്, അല്ലാതെ ചർച്ച ചെയ്ത് ഡൈലൂട്ട് ചെയ്യലല്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഈ രീതിയിൽ അത് അവരുടെ ഞങ്ങൾ മറുപടി പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് ചർച്ച ആവശ്യമില്ല. അതൊക്കെ എന്ത് വിഡ്ഢിത്തവും വിളിച്ചു പറയുന്ന മന്ത്രിമാർ, ഒരു നിലവാരമില്ലാത്ത മന്ത്രിമാർ ഈ മന്ത്രിസഭയിൽ ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ഉദാഹരണമാണ് പറഞ്ഞത്. അതാണ് മനസ്സിലായില്ലേ? എന്തും പറയാൻ കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, കളങ്കിതനായ ഒരു വ്യക്തിയെ സോണിയാഗാന്ധി വീട്ടിലേക്ക് ക്ഷണിക്കുമെന്ന് കരുതുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പറഞ്ഞല്ല, അതാ എല്ലാവർക്കും അറിയാമല്ലോ. ഈ സ്വർണം കട്ടതാരാ? 3 പേര് ആരാ ജയിലിൽ കിടക്കണം? അത് കോടതിയുടെ മുൻപാകെ വന്ന തെളിവുകൾ പരിശോധിച്ചിട്ടാണ് കോടതി. അവർക്ക് ജാമ്യം പോലും കൊടുക്കുന്നില്ല. ജാമ്യം കൊടുക്കാൻ പോകുമ്പോൾ കോടതി രൂക്ഷമായിട്ട് വിമർശിക്കുകയാണ്. വീണ്ടും ഒരുപാട് ആളുകൾ പുറത്തു നിൽക്കണമെന്ന കോടതി ജാമ്യാപേക്ഷയുമായിട്ട് ചെന്നപ്പോൾ കോടതി പറഞ്ഞെന്താ? കോടതിയെക്കുറിച്ചാണല്ലോ പറയുന്നത്. ജാമ്യാപേക്ഷയുമായിട്ട് ചെന്നപ്പോൾ ഇനി ആളുകൾ പുറത്തു നിൽക്കുമെന്നാണ് ഇതിൽ ഉത്തരവാദികളായാൽ. കാരണം കോടതിയുടെ മുൻപാകെ വന്ന തെളിവുകൾ വെച്ചുകൊണ്ടാണ് കോടതി സംസാരിക്കുന്നത്. മനസ്സിലായ? ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് മന്ത്രി വാസവൻ്റെ രാജിയും SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന അനാവശ്യമായ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്നാണ്. പിന്നെ ഈ സഭയിൽ സമരമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല, സമരമാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് സമരത്തിലാണ്. ഞങ്ങൾ പ്രക്ഷോഭണത്തിലാണ്. സഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ പ്രക്ഷോഭണത്തിലാണ്, സമരത്തിൻ്റെ ഭാഗമാണ്. പിന്നെ എന്താ ചെയ്യാം? അത് അവരോട് തന്നെ ചോദിച്ചാൽ മതി, എന്തുകൊണ്ടാണ് വൈരുദ്ധ്യം. ഇത് എല്ലാവർക്കും അറിയാവുന്നത്. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചല്ലോ. ഒരാൾ നാളെ കൊള്ളക്കാരനാണ് എന്ന് തെളിഞ്ഞാൽ അയാളുടെ കൂടെ പടം വരുന്നത് എല്ലാവരും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആവുന്ന പലരും പല സ്ഥലത്ത് പോയി കാണും.